ഏതാനും നാളുകളകലെ ക്രിക്കറ്റ് ആരാധകരുടെ മറ്റൊരു സ്വപ്നം കൂടെ പൂവണിയുകയാണ്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും ആവേശം നിറഞ്ഞ ടൂർണമെന്റുകളിൽ ഒന്നായ T20 വേൾഡ് കപ്പ് സ്വാഗതമരുളുന്നു. 1000 സ്വപ്നങ്ങളുടെ അകമ്പടിയോടെ ഒരേയൊരു ലക്ഷ്യത്തിനായി ഇന്ത്യൻ ടീമും തയ്യാറാവുകയാണ്. T20 വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ സാധ്യതകൾ എങ്ങനെ, കിരീട പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്ന ഇത്തവണത്തെ T20 ലോകകപ്പിൽ 20 ടീമുകളാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണ 16 ടീമുകളായിരുന്നു ഈ ടൂർണമെന്റിൽ പങ്കെടുത്തത്. കൂടുതൽ ടീമുകളെ പങ്കെടുപ്പിക്കാനുള്ള ICCയുടെ തീരുമാനം കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഉഗാണ്ട, കാനഡ മുതലായ ടീമുകൾക്ക് ആദ്യമായ ഒരു ICC ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരവും ഇതോടെ ലഭിച്ചിരിക്കുകയാണ്. 20 ടീമുകളെ 5 ടീമുകൾ വീതം അടങ്ങുന്ന 4 ഗ്രൂപ്പുകളിലായാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഉൾപ്പെടുന്നത്. ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ, കാനഡ, അയർലൻഡ്, USA എന്നിവരാണ് ഈ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ ടീമുകൾക്കെതിരെയും ഇന്ത്യ ഓരോ മത്സരം വീതം കളിക്കും. എല്ലാ ഗ്രൂപ്പിൽ നിന്നും 2 ടീമുകൾക്കാണ് സൂപ്പർ 8ലേക്ക് പ്രവേശനം ലഭിക്കുക. ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും സൂപ്പർ 8ലെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോഴും അയർലൻഡിനെ ഒന്ന് നോക്കിവെക്കുന്നത് നല്ലതായിരിക്കും. ജൂൺ 5, 9, 12, 15 തീയതികളിലാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ നടക്കുന്നത്. T20 വേൾഡ് കപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ സ്റ്റാർ സ്പോർട്സ് ചാനലിലും ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷനിലും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് സൂപ്പർ 8 സാധ്യതകൾ എങ്ങനെയെന്ന് നോക്കാം. സൂപ്പർ 8ൽ പ്രവേശിക്കുന്ന 8 ടീമുകളെ വീണ്ടും 4 ടീമുകൾ വീതമുള്ള 2 ഗ്രൂപ്പുകളായി തിരിക്കും. അവിടെയും ഒരു ടീമിന് മറ്റ് 3 ടീമുകൾക്കെതിരെയും മത്സരമുണ്ടാകും. ഇന്ത്യ ഗ്രൂപ്പ് എയിൽ നിന്ന് 1ാം സ്ഥാനക്കാരായി സൂപ്പർ 8ലെത്തിയാൽ ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരും ഗ്രൂപ്പ് സിയിലെ 1ാം സ്ഥാനക്കാരും ഗ്രൂപ്പ് ഡിയിലെ 2ാം സ്ഥാനക്കാരുമായിരിക്കും അവിടെ ഇന്ത്യയുടെ എതിരാളികളായി വരിക. ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരായി എത്താൻ സാധ്യതയുള്ളത് ഇംഗ്ലണ്ടോ ഓസ്ട്രേലിയയോ ആയിരിക്കും. ഗ്രൂപ്പ് സി ചാമ്പ്യന്മാരായി ന്യൂസിലാൻഡോ, വെസ്റ്റ് ഇൻഡീസോ, അഫ്ഗാനിസ്ഥാനോ എത്താനാണ് സാധ്യത. ഗ്രൂപ്പ് ഡിയിലെ 2ാം സ്ഥാനക്കാരായി സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ ടീമുകളിൽ ഒരു ടീമും എത്താനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഇന്ത്യ എ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത് വന്നാൽ ബി, ഡി എന്നീ ഗ്രൂപ്പുകളിലെ 1ാം സ്ഥാനക്കാരും സി ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരുമായിരിക്കും സൂപ്പർ 8ൽ ഇന്ത്യയുടെ എതിരാളികളായി വരിക. അപ്പോഴും നേരത്തെ പറഞ്ഞ ടീമുകളിൽ അവശേഷിക്കുന്ന ടീമുകളുമായി മത്സരം വരും. സൂപ്പർ 8ലെ 2 ഗ്രൂപ്പിൽ നിന്നും സെമിയിലേക്ക് 2 ടീമുകൾ വീതം മുന്നേറും. അങ്ങനെ 2 സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ശേഷം ജൂൺ 29 ആ ഫൈനൽ മത്സരവും അരങ്ങേറും. 2007 ആ പ്രഥമ T20 കിരീടം നേടിയതിനു ശേഷം ഇന്നേ വരെ ആ കിരീടത്തിൽ മുത്തമിടാൻ കഴിയാത്ത ടീമാണ് ഇന്ത്യ. ഇക്കുറി ഇന്ത്യയുടെ വിജയത്തോടെ T20 വേൾഡ് കപ്പിന് തിരശ്ശീല വീഴുമെന്ന പ്രത്യാശകളോടെ നമുക്ക് കാത്തിരിക്കാം. ഇത്തവണത്തെ T20 വേൾഡ് കപ്പിൽ ഇന്ത്യ എവിടെ വരെ മുന്നേറും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.